ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു LMD. ഇന്ന് രണ്ടാം ഭാഗം റിവിഷൻ ആണ് ചെയ്യാൻ പോകുന്നത്. ചാപ്റ്റർ 5 ട്രിഗ്നോമെട്രി, അതായത് ത്രികോണമിതി എന്നാണ് യൂണിറ്റിന്റെ പേര്. ഒന്നാമത്തെ ചോദ്യം, ട്രയാങ്കിൾ എ ബി ഈക്വൽസ് 10 സെന്റിമീറ്റർ, ആംഗിൾ ബി ഈക്വൽസ് 70 ഡിഗ്രി. വാട്ട്സ് ദ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഫ്രം എ ടു ബി സി? വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി ഡി? ഓക്കെ, ചിത്രത്തിൽ എന്താണ് ത്രികോണ എ ബി സി തന്നിട്ടുണ്ട്. എ ബിയുടെ നീളം എ ബി സമം 10 സെന്റിമീറ്ററും കോൺ ബി സമം 70 ഡിഗ്രിയുമായാൽ എയിൽ നിന്നോ ബി സിയിലേക്കുള്ള ലംബ ദൂരം എത്ര? ത്രികോണ എ ബി ഡിയുടെ പരപ്പളവ് എത്ര? നോക്കിക്കോണ്ടേ, ഇവിടെ നോക്കിക്കേ, ഇതാണ് ചോദിച്ചിരിക്കുന്നത് ലംബ ദൂരം. അപ്പോൾ ഇവിടെ 70 ഡിഗ്രി തന്നിട്ടുണ്ട്. നമുക്ക് റേഷ്യോ ആണ് എടുക്കേണ്ടത്. ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടിന്യൂസ്. അപ്പം സൈൻ എടുക്കാം അല്ലേ? സൈൻ 70 ഈക്വൽസ് ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടിന്യൂസ്. ഇവിടെ 10 ആണ്, അതായത് എ ബി. സൈൻ 70 ഈക്വൽസ് തന്നിട്ടുണ്ട് 0.94 ഈക്വൽസ് എ ഡി 10 ബൈ എ ഡി ഇസ് നോട്ട് ഗിവൺ. എ ഡി തന്നിട്ടില്ല, എ ഡി ആണ് കണ്ടുപിടിക്കേണ്ടത്. എ ഡി ബൈ 10 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? എ ഡി ഈക്വൽസ് 10 ഇൻറ്റു 0.94 ഈക്വൽസ് 9.4 സെന്റിമീറ്റർ എന്ന് കിട്ടും. ഇനി നമുക്ക് രണ്ടാമത്തെ, ഇത് ഒന്നാമത്തെ ആൻസർ ആണ്. ഇനി രണ്ടാമത്തെ ചെയ്യണം. ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി ഡി. ഏരിയ എന്ന് പറയുന്നത് എന്താണ്? ഹാഫ് ബേസ് ഇൻറ്റു ഹൈറ്റ്. ഇവിടെ ഹാഫ് ഇൻറ്റു, ഇവിടെ ബേസ് ഏതാ വന്നിരിക്കുന്നത്? ആ ബി സി 12 ഇൻറ്റു ഹൈറ്റ് അല്ലേ നമ്മളിപ്പോൾ കണ്ടുപിടിച്ചത് 9.4. ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പം 12നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 6 ഇൻറ്റു 9.4. 6 ഇൻറ്റു 9.4 എത്രയായിരിക്കും നമുക്ക് കിട്ടുക? ആൻസർ ഒന്ന് പറഞ്ഞേ. 6 ഇൻറ്റു 9.4 മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിക്കേ. 9.4 ഇൻറ്റു 6 24 56.4 ഈക്വൽസ്, പുറത്തോട്ട് എഴുതാം, താഴോട്ട് എഴുതാം, ഈക്വൽസ് 56.4 സെന്റിമീറ്റർ സ്ക്വയർ. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം. ഇൻ ട്രയാങ്കിൾ എ ബി സി, ആംഗിൾ ബി ഈക്വൽ 50 ഡിഗ്രി, ആംഗിൾ സി ഈക്വൽ 50 ഡിഗ്രി. വാട്ട് ഈസ് ദ മെഷർ ഓഫ് ആംഗിൾ എ? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് tan 50? ദറ്റ് ഈസ് എ ബി ബൈ എ സി. അങ്ങനെ 4 ഓപ്ഷൻസ് ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. പ്രൂവ് ദാറ്റ് tan 50 ഇൻറ്റു tan 40 ഈക്വൽസ് 1. അതായത് ത്രികോണ എ ബി സിയിൽ കോൺ ബി 50, കോൺ സി 50 ആയാൽ കോൺ എയുടെ അളവെന്ത്? താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് tan 50? tan 50 ഇൻറ്റു tan 40 സമം 1 എന്ന് തെളിയിക്കാം. നമുക്ക് നോക്കാം ഓരോന്നും. ഇതാ 90 50 ആയാൽ ഇതെത്ര? 40 ആയിരിക്കും അല്ലേ? ആംഗിൾ എ ഈസ് ഈക്വൽ ടു 180 മൈനസ് 90 പ്ലസ് 50 ഈക്വൽ 40 ഡിഗ്രി. നമുക്ക് ആൻസർ ആയി. ഇനി രണ്ടാമത്തത്, tan 50 ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. അത് എ ബി ബൈ ബി സി. ഇതിൽ ഏത് ഓപ്ഷൻ ആണ് നോക്കിക്കേ? എ ബി ബൈ ബി സി, അവസാനത്തെ ഓപ്ഷൻ. ഇനി മൂന്നാമത്തത്, പ്രൂവ് ദാറ്റ് tan 50 ഇൻറ്റു tan 40 ഈക്വൽസ് 1. അപ്പോൾ tan 50 ആണ് നമുക്കിപ്പോൾ കിട്ടിയത് അല്ലേ? എ ബി ബൈ മൂന്നാമത്തത് tan 50 എന്ന് പറയുന്നത് tan 50 ഈക്വൽസ് എ ബി ബൈ ബി സി ആണ്. അപ്പോൾ tan 40 എത്ര നോക്കിക്കേ? ഫിഗർ ചെയ്യുന്ന തന്നെ പറഞ്ഞേ. ഇത് 40 അല്ലേ? ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്, ബി സി ബൈ എ ബി. ഓക്കെ, ഇത് രണ്ട് റെസിപ്രോക്കൽ അല്ലേ? മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 1 കിട്ടത്തില്ലയോ? നമുക്ക് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. ഞാൻ അപ്പുറത്തോട്ട് എഴുതുന്നു. tan 50 ദറ്റ് ഈസ് എ ബി ബൈ ബി സി ഇൻറ്റു tan 40 ബി സി ബൈ എ ബി. നോക്കിക്കേ, കിട്ടിപ്പോത്തില്ലേ? ഈക്വൽസ് 1. ഹെൻസ് പ്രൂവ്ഡ്. എന്താ നമ്മൾ പ്രൂവ് ചെയ്തത്? tan 50 ഇൻറ്റു tan 40 ഈക്വൽസ് 1. ഓക്കെ, ഇനി അടുത്ത ചോദ്യം. മൂന്നാമത്തെ ചോദ്യം.
In triangle ABC, AB equals 10 centimeter, angle ACB equal 150. P is a point on the alternate arc ACB. What is the measure of angle APB? What is the circumdiameter of triangle ABC? ചിത്രത്തിൽ ത്രികോണ എ ബി സിയിൽ എ ബി സമം 10 സെന്റിമീറ്റർ, കോൺ എ സി ബി ഈക്വൽ 150 ഡിഗ്രി. എ സി ബി എന്ന ചാപത്തിന്റെ മറുചാപത്തിലെ ഒരു ബിന്ദുവാണ് പി. കോൺ എ പി ബിയുടെ അളവെന്ത്? ത്രികോണ എ ബി സിയുടെ പരിവൃത്ത വ്യാസം. ആരമല്ല, വ്യാസമാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ഓരോന്നായിട്ട് കണ്ടുപിടിക്കാം. വാട്ട് ഇസ് ദ മെഷർ ഓഫ് ആംഗിൾ എ പി ബി? അപ്പൊ നമുക്കിവിടെ ജോയിൻ ചെയ്യാം. എ പി ബി ഈ കോൺ എത്രയായിരിക്കും? ഇത് 150 ആണ്, ഇത് 30. ഓപ്പോസിറ്റ് ആംഗിൾസിന്റെ ഓപ്പോസിറ്റ് ആ സപ്ലിമെന്ററി അല്ലേ? അല്ലെങ്കിൽ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ പ്രോപ്പർട്ടി ഉപയോഗിക്കാം. എന്താണ്? ഓപ്പോസിറ്റ് ആംഗിൾസ് ഓഫ് എ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ സപ്ലിമെന്ററി. ഇപ്പൊ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ അല്ലേ? അപ്പൊ നമുക്ക് ആ പ്രോപ്പർട്ടി ഉപയോഗിക്കാം. ഒന്നാമത്തെ ആൻസർ ആംഗിൾ എ പി ബി ഈക്വൽസ് 180 മൈനസ് 150 ഈക്വൽസ് 30 ഡിഗ്രി. അടുത്തത് സർക്കം ഡയമീറ്റർ ഓഫ് ട്രയാങ്കിൾ എ ബി സി. ട്രയാങ്കിൾ എ ബി സിയുടെ പരിവൃത്ത വ്യാസമാണ്. ആരല്ല, വ്യാസമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ പരിവൃത്തം എന്ന് പറയുന്നത് ഈ പുറമേയുള്ള ഈ വൃത്തത്തിനെയാണ് പരിവൃത്തം എന്ന് പറയുന്നത്. പരിവൃത്ത വ്യാസം എന്താണ്? ഇത് ആരം. അപ്പൊ അങ്ങനെയാണെങ്കിൽ അതിന്റെ വ്യാസം അതിന്റെ ഇരട്ടിയായിരിക്കും. അപ്പം നോക്കിക്കേ, നമുക്ക് ഇതെങ്ങനെ കണ്ടുപിടിക്കാം? നമുക്ക് ഒരു ഫോർമുല നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ്? പരിവൃത്ത വ്യാസം, അതായത് പരിവൃത്ത ആരം സമം സൈഡ് ബൈ 2 ഇൻറ്റു, ഇവിടെ 30 എഴുതിയേക്കാം, 2 ഇൻറ്റു സൈൻ ഓഫ് ദാറ്റ് ആംഗിൾ. അപ്പം സൈഡ് എന്ന് പറയുന്നത് നമ്മൾ 30 ആണ് എടുക്കുക. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത് ദാറ്റ് 10 ബൈ 2 ഇൻറ്റു സൈൻ 30. സൈൻ 30 ഈസ് ഹാഫ്. അപ്പം റേഡിയസ് എത്ര കിട്ടും? 10. അങ്ങനെയാണെങ്കിൽ ഡയമീറ്റർ എത്ര ആയിരിക്കും? ഇതിൻ്റെ ഡബിൾ ആയിരിക്കും, 20 സെൻറ്റിമീറ്റർ. ഇത് ഓർത്ത് വെച്ചിരിക്കണം കേട്ടോ. റേഡിയസ് ഈക്വൽസ് സൈഡ്, ഏത് സൈഡാണോ ആംഗിൾ ഓപ്പോസിറ്റ് സൈഡ്, ബൈ 2 ഇൻറ്റു സൈൻ ഓഫ് ദാറ്റ് ആംഗിൾ. ഓക്കെ, 3 ചോദ്യങ്ങൾ കഴിഞ്ഞ് ബാക്കി ചോദ്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ. ഓക്കെ.